ഹലോ, അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് കേരള ഗവൺമെൻറ് വിളിച്ചിരിക്കുന്ന PSC ജോബ്സാണ്. അതായത് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റൻറ്റ് ജോബ്സാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഞാൻ ഓരോന്നോരോന്നായി പറയാം. കേരള സർക്കാർ സർവീസിൽ താഴെ പറഞ്ഞ ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈനായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതെല്ലാം സ്ഥിരമായിട്ട് ബ്ലാ 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 എന്ന് പറയുന്ന ഇതാണത്. അതിൽ വന്നിട്ട് മെയിനായിട്ട് ഇത് കേരള PSC ജോബാണ്, അസിസ്റ്റൻറ്റ് ജോബ്സാണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അതാണ് ഇതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന വെബ്സൈറ്റ് ഏതാണ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡൗട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാനിതിൻ്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ തന്നെ കാണിക്കാം, എന്നിട്ട് അതൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരും. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ സ്ക്രീന് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും, എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, എവിടെ നിന്ന് അങ്ങനെ അതിൻ്റെ ലിങ്ക് കിട്ടും എന്നുള്ളതെല്ലാം ഇത് ഫുള്ള് കേട്ട് കഴിയണം, ഫുള്ള് കേൾക്കണം. അപ്പോൾ ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറഞ്ഞു. ഇനി പറയാനുള്ളത് ഇത് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇവിടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷനിലേക്ക് കയറാൻ പറ്റും. ഇതിൽ കയറിയിട്ട് ഒറിജിനൽ നോട്ടിഫിക്കേഷനിൽ കയറാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുന്നു, അത് നോട്ടിഫിക്കേഷൻ ഓണാവും. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ വന്നു. ഓക്കെ, ഇതിങ്ങനെ വന്നു. ഇതിൻ്റെ വിശദമായ ഇത് നോട്ടിഫിക്കേഷൻ മറ്റേത് സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് വേറെ കുറേ ബുദ്ധിമുട്ടുകൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ 269/2025 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ടതാണ്. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമുക്കിതിൽ വരും. വകുപ്പ് പറഞ്ഞു. വകുപ്പ് തന്നെ ഒന്നുകൂടി പറയാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉദ്യോഗപര അസിസ്റ്റൻറ്റ്, ശമ്പളം 39,300 to 83,000. പ്രതീക്ഷിത ഒഴിവുകൾ അവർ അതിൻ്റെ കൃത്യമായ എണ്ണം പറയും. കാരണം ഇത് ഒരുപാട് ഉണ്ടാവും, അതാണ് കുറേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവും ഇത്, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പേര് അസിസ്റ്റൻറ്റ്. ഇത് ഓക്കെ, ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി ഏറ്റവും കുറഞ്ഞത് 1 വർഷം, ഏറ്റവും കൂടിയത് 3 വർഷം നിലനിൽക്കുന്നതാണ്. ഇവിടെയാണ് ഞാൻ വായിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നിങ്ങൾ കാര്യമാക്കാല്ല. ഇത് നമ്മൾ കുറേ അപ്ലൈ ചെയ്താലേ ഒന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും കാര്യമാക്കാതെ നമ്മൾ അപ്ലൈ ചെയ്തിടുക. റാങ്ക് ലിസ്റ്റിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. റാങ്ക് ലിസ്റ്റ് ചിലപ്പോൾ മറ്റേത് ക്യാൻസൽ ആവണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊന്നും അത്ര വെറി ചെയ്യാനുള്ള കാര്യങ്ങളില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് പറയുകയാണെങ്കിൽ അതായത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അതായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലല്ലോ. അപ്പോൾ 1000 ആണെങ്കിൽ 4% ഒഴിവുകൾ ഭിന്നശേഷി വിഭാഗക്കാരാണ്. ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇതിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ നിയമനം വന്നിട്ട് ഡയറക്റ്റാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, ഡയറക്റ്റാണ്. പ്രായപരിധി പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായപരിധി ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് 18 മുതൽ 36, 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണമെങ്കിൽ ഈ 18-36 ഇടയിലെ വരെ. അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. പിന്നുള്ളത് യോഗ്യത എന്ന് പറയുമ്പോൾ ബിരുദമാണ് പറയുന്നത്. ബിരുദം ഇതവിടെ ഇതിൻ്റെ ബിരുദം. പിന്നെ അഭിലഷണീയം, അതായത് നിയമബിരുദം ഉണ്ടെങ്കിൽ നല്ലതാണെന്ന്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ബിരുദം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബിരുദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ, ഇന്ത്യ ഗവൺമെൻറ് രൂപീകരിച്ചുള്ള ദേശീയ സ്ഥാപനത്തിൽ നിന്നോ, കേരള ഗവൺമെൻറ് രൂപീകരിച്ചുള്ള സ്ഥാപനത്തിൽ നിന്നോ നേടിയിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലർ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത എന്നാണ്. അതായത് BA, BCom, BSc അങ്ങനെ വരുന്ന ആ ഇതിൽ വരുന്ന ഏതൊക്കെ സബ്ജക്റ്റിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അത് ചിലർ കറസ്പോണ്ടൻസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ UGC അംഗീകൃതമായിരിക്കണം. അതല്ല വേറെ ഏതെങ്കിലും ഇതാണ്, അത് കേരള സ്റ്റേറ്റ് അംഗീകരിച്ചതായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ബിരുദം എന്താണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് മനസ്സിലായല്ലോ. പിന്നെ ഈ അഭിലഷണീയം എന്നുള്ളത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അത് വന്നിട്ട് നിയമബിരുദം ഉണ്ടെങ്കിൽ ഓക്കെ എന്നാണ് അവർ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇത് നോക്കാം. പിന്നെ ബിരുദം എന്നുകൊണ്ട് UGC ആൾറെഡി പറഞ്ഞു. ഈ വിജ്ഞാപന നിഷ്കർഷിച്ച യോഗ്യത പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവ് മുഖേനയോ സ്റ്റാൻഡിംഗ് ഉത്തരവ് മുഖേനയോ നിശ്ചയ വിദ്യാഭ്യാസ തത്തുല്യമായ സർക്കാർ, അതൊന്നും അത്ര പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറിപ്പ്, അതായത് ഇതിൻ്റെ ഫുൾ റൂള് കാര്യങ്ങളൊക്കെ
അവർ ഇതിൽ ഗസറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അത് വായിച്ച് നോക്കാൻ. ഗസറ്റൊക്കെ ഒന്നും വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ BA BSc BCom ആ റേഞ്ചിൽപ്പെട്ട ഈ ഇതിൽപ്പെട്ട ആളാണെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുക, എഴുതിക്കൊണ്ടേ ഇരിക്കുക. അപ്പോഴാണ് ഏതെങ്കിലും ഒന്നെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ഇത് കാരണം അത് കാരണം നിങ്ങൾക്ക് ഇതിൽ യോഗ്യത ഉണ്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യുക, പരീക്ഷ എഴുതുക. ഓക്കെ. പിന്നുള്ളത് മെയിനായിട്ടുള്ള ഒന്ന് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് വന്നിട്ട് പറയുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്യണം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ. അത് ഈ ഒറ്റത്തവണ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് PSCയുടെ ഏത് വന്നാലും ആ യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിക്കുക, എൻട്രി ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ നോക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൽ എൻട്രി ചെയ്യുക, ഏതൊക്കെ വന്നെന്ന് നോക്കുക, അതിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓൺലി വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ എവിടെയുള്ളത് നോക്കുക. ഇതാ ഈ അപ്ലൈ നൗ ബട്ടൺ അവിടെ കാണിക്കും. ഓക്കെ, അതിൽ കയറുക, അതിൽ അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുന്നേ ഇത് എവിടെ കിട്ടുക, ഇതിൻ്റെ ലിങ്ക് എവിടെ കിട്ടുകയെന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഗൂഗിൾ തപ്പി കിട്ടും. പ്ലസ് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് കേരള, അതിൽ പൊതുവായിട്ട് പറയുന്നതാണ്, ഇതെല്ലാം അത്ര വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് കാര്യം പറയുകയാണെങ്കിൽ അവർ ഇത് പറഞ്ഞ കണ്ടോ, ഈ മറ്റേ പാസ്വേഡ് സുരക്ഷിതമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞ കണ്ടോ. അത് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് PSCയിൽ. ഇപ്പോൾ എല്ലാറ്റിൻ്റെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ വൺ ടൈം രജിസ്റ്റർ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അതിൽ ഇമെയിൽ ID മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ തന്നെ ഇമെയിൽ ID ആണ്, നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പറാണല്ലോ. ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ പറ്റുന്നവർ നോക്കുന്നവരാണെങ്കിൽ മൊബൈൽ ഇപ്പോൾ എല്ലാവരും നോക്കുമല്ലോ. അപ്പോൾ മൊബൈലിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഇമെയിൽ IDയിൽ ലോഗിൻ ചെയ്ത് നോക്കുക. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇൻബോക്സ് നിങ്ങൾ PSCക്ക് കൊടുത്ത ഈ ഇമെയിൽ ID തന്നെ ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. അത് ടോപ്പ് ലെഫ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ. കാരണം എല്ലാവരും 2-3 ഇമെയിൽ ID ഒക്കെ ഉണ്ടെങ്കിൽ പല ഇമെയിൽ IDയിലോ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളായിട്ട് PSCക്ക് കൊടുത്ത ഇമെയിൽ ID ഏതാണോ ആ ഇമെയിൽ ID കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. അതാണ് അതിൽ പ്രത്യേകമായിട്ട് അവർ തന്നെ അത് ബോൾഡായിട്ട് കൊണ്ടുവന്നു. ഭാവിയിൽ ഉപയോഗത്തിനായി വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായ കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. പിന്നെ ലാസ്റ്റ് കാണിക്കുന്നത് കണ്ടോ, ഇത് വന്നിട്ട് ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ കൊടുക്കണം. ആധാർ എല്ലാവർക്കും ഉണ്ടാവും. ആധാറില്ലെങ്കിൽ നമുക്ക് ഇലക്ഷൻ ID കൊടുക്കാം, അതല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുക്കാം. ഇത് മൂന്നും ഇല്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. ഓക്കെ. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് നോക്കി നോക്കാം. ഇതൊന്ന് ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിച്ചോളൂ, യൂസർ നെയിം പാസ്വേഡ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ. ഇത് അത്ര തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് വായിച്ചു വെച്ചോളൂ. ഓക്കെ. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈൽ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അതായത് 6 മാസത്തിനുള്ളിലെ ഫോട്ടോ ആയിരിക്കണം അതിലുണ്ടായിരിക്കണം ഉള്ളത്. കാരണം അതിലുള്ള ഫോട്ടോ നിങ്ങൾ ചെല്ലുമ്പോഴുള്ള ആളുടെ വ്യത്യാസം ഒരുപാടുണ്ടെങ്കിൽ ഒരു പ്രശ്നമാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടിയിലുള്ള ഈ കുറിപ്പൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറിപ്പിൽ കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എഴുത്ത് OMR ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം കൺഫർമേഷൻ അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ്. ഒന്നുമില്ല, പരീക്ഷ എഴുതുന്നതിൽ കൺഫേം ചെയ്യുക. എല്ലാവരും പരീക്ഷ എഴുതുന്നതിനെ കൺഫേം ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ 15 ദിവസത്തിന് മുന്നേ നിങ്ങൾക്ക് അതിന് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിൽ ഫോട്ടോ പ്രിൻ്റായിട്ട് വരിക. ആ ഫോട്ടോ നിങ്ങളുടെ ഇപ്പോൾ ഫോട്ടോ ആയിട്ടുള്ള സാമ്യമുള്ള ഫോട്ടോ ആയിരിക്കണം. അതാണ് അവർ എപ്പോഴും 6 മാസത്തെ ഫോട്ടോ 6 മാസത്തെ ഇത് പറഞ്ഞത്. അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓക്കെ. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗകൾ തങ്ങളുടെ അത് ആൾറെഡി പറഞ്ഞു. ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക നിർദ്ദേശങ്ങൾ ഇതെല്ലാം ജനറലായും കോമൺ ആയിട്ടുള്ളതാണ് OMR ഇത്. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ജസ്റ്റ് വേറെ പ്രത്യേകിച്ച് ഒന്നും അതിലില്ല. അതിൽ പോവുക, ലോഗിൻ ചെയ്യുക, യൂസർ നെയിം ID ക്രിയേറ്റ് ചെയ്യുക, ഈ നോട്ടിഫിക്കേഷൻ കണ്ടുപിടിക്കുക, അതിൽ പോയി അപ്ലൈ ചെയ്യുക. അപ്ലൈ നൗ എന്ന് കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് അപ്ലോഡ് ചോദിക്കും ഈ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ. അതായത് ഇപ്പോൾ SC ST ആണെങ്കിൽ, ഭിന്നശേഷിക്കാരനാണെങ്കിൽ, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ, അത് ജനറൽ കാറ്റഗറിയിൽ അത് വളരെ കമ്മിയേ വരുള്ളൂ. ഓക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ
ഈ ഇതിൽ ഈ ചാനലിൽ ഈ ഇങ്ങനത്തെ ജോബ് മാത്രമല്ല ഈ ഗൾഫ് ജോബ്സ് വരും. ആഴ്ചയിൽ 1-2 തവണ ഇടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇതിലിട്ടതിൽ ഏകദേശം 80 അഡ്വർടൈസ്മെൻ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം ഒരുപാട് എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ലോക്കൽ ജോബ്സ് ആയിട്ട് എല്ലാ ആൾക്കാർക്കും പല ആൾക്കാരുണ്ടാവുമല്ലോ. ജോലിയിലായിരുന്നു 10 വർഷം പണിയെടുത്ത് വരുന്ന കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ നാട്ടിൽ വീടിൻ്റെ അടുത്തൊരു ജോലി വേണം ആ രീതിയിൽ. അപ്പോൾ ഓരോ ജില്ലകളിലത്തെയും ജോലികൾ, അതായത് അക്കൗണ്ടൻ്റ്, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, സെയിൽസ് അസിസ്റ്റൻ്റ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഈവൺ വീട്ട് നോക്കുന്ന ജോലി അടക്കം അതിലുണ്ട്. ഓക്കെ.